എത്ര നേരം മഴ പോട്ടെ പറഞ്ഞിട്ട് നിന്ന്. മഴ പോണില്ല, വെള്ളാണെങ്കിൽ ഒരു തുള്ളിയില്ല. അപ്പൊ വെള്ളത്തിന് പോയതാ. ഞങ്ങക്ക് കുടിവെള്ളം ഇല്ല. കുടിവെക്കാനുള്ള വെള്ളം പറഞ്ഞാൽ പൈപ്പ് വെള്ളമല്ലേ, ലൈൻ പൈപ്പിലെ വെള്ളം. അപ്പൊ അത് ഞങ്ങൾ കുടിക്കാൻ എടുക്കാറില്ല. അപ്പൊ അവിടെ ഒരു കിണറുണ്ട്, അവിടുന്ന് കൊണ്ടുവരാ വെള്ളം. ഞാൻ ഈ ഒക്കത്താണ് കേട്ടോ വെള്ളം കുടം വെക്ക. എല്ലാവരും ഈ ഒക്കത്താ വെക്കാന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ അത് പറഞ്ഞു തരാത്തുണ്ടോ. ഞാൻ അന്ന് മുതലേ ഇതിലാണ് വെക്ക. ഞങ്ങള് ഇവിടെ അടുത്തുള്ളവരൊക്കെ ആയിട്ട് വെള്ളത്തിന് പോകുമ്പോഴേ അവര് പറയും ഈ ഒക്കത്താണ് വെള്ളം കുടം വെക്കുക പറയാം. അവരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ പക്ഷെ വ്യത്യസ്തമായിട്ട് ഈ ഒക്കത്താണ് വെള്ളം വെക്കുന്നത്. ഇപ്പൊ വെള്ളം കൊണ്ടുവരലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ അടുക്കളയിലത്തെ പണികളാണ്. അപ്പൊ ഇന്നിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിലേ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലത്തെ മുളകറുത്തപ്പുളി ബാക്കിയുണ്ട്. പകുതി മുക്കാലും മുളകറുത്തപ്പുളി ഇതാ ബാക്കി. അപ്പൊ ഇന്ന് എന്താണ് കൂട്ടാൻ? ഇന്നിപ്പൊ ഇനി കൂട്ടാൻ പറ്റില്ല. പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതിന് പകരം എന്താ സോയാബീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പപ്പടം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി പപ്പടം കാച്ചും വേണം. കാരണം ഇന്ന് വൈകുന്നേരത്ത് ഇപ്പൊ ആർക്കും ചോറൊന്നും വേണ്ട. ദോശയും ചിക്കൻ കറിയല്ലേ ഒന്ന് ഉണ്ടാക്കുക. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ചോറൊക്കെ കുറച്ചേ വെച്ചുള്ളൂ. ഉച്ചാമ്പയ്ക്കുള്ളത് മാത്രമേ വെച്ചുള്ളൂ. അപ്പൊ ചിക്കൻ വാങ്ങാൻ വേണ്ടി നന്ദേട്ടൻ പുറത്തേക്ക് ഇറങ്ങിയതാ. നല്ല മഴയാണ്. രാവിലെ മുതൽ ഇത്ര നേരം വരെ മഴ തന്നെ. എനിക്കാണെങ്കിൽ ഇവിടെ വെള്ളം തീരെ ഇല്ലാണ്ടേ, കുടിവെള്ളം ഇല്ലാണ്ട് ഞാൻ മഴ പോട്ടെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇങ്ങനെ നോക്കിട്ട് കുറേ നേരം നിന്നു കേട്ടോ. പക്ഷെ മഴയെ പോണില്ല. അപ്പൊ പിന്നെ കുട എടുത്തിട്ട് മഴയത്ത് പോയിട്ട് വെള്ളമൊക്കെ കൊടുന്ന് നിറച്ചു. ഇപ്പൊ എന്താ ചിക്കനും ഇതൊക്കെ പിന്നെ വൈകുന്നേരത്തല്ലേ ഉണ്ടാക്കുക. അപ്പൊ പിന്നെ കുഴപ്പമില്ല, നല്ല പോയി ഇനി ഊണൊക്കെ കഴിഞ്ഞിട്ട് പോവാന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്കും പോണം. അപ്പൊ എന്താ അറിയാ, പച്ചക്കറിയൊക്കെ വാങ്ങണം. പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പൊ പച്ചക്കറി വാങ്ങണ സമയത്ത് ഞാൻ തന്നെ പോണം. അപ്പൊ ഞാൻ നന്നായിട്ടും കൂടി പോവാന്ന് വിചാരിച്ചിട്ടിരിക്കുക. അപ്പൊ പിന്നെന്താ, സംക്രാന്തി കാര്യങ്ങളൊക്കെ ഓരോരോ നാട്ടിലേക്കൊന്നും സംക്രാന്തി ഇല്ല തോന്നുന്നില്ല. ഇവിടെ പാലക്കാട് പിന്നെ എന്തായാലും ഉണ്ട് സംക്രാന്തി. അപ്പൊ സംക്രാന്തിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വീടൊക്കെ വൃത്തിയാക്കുക, അങ്ങനെയൊക്കെയല്ലേ എല്ലാവർക്കും അറിയല്ലോ. വീടൊക്കെ നന്നായി വൃത്തിയാക്കുക. മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ സംക്രാന്തി വരെ കാത്തിരിക്കുക തോന്നുന്നുണ്ട് വീട് വൃത്തിയാക്കാൻ. എനിക്കറിയില്ല, മുന്നേയൊക്കെ പറയണേക്കാം. ഇപ്പൊ പറഞ്ഞ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കല്ലോ, നീറ്റായിട്ട് വെക്കല്ലോ വീടൊക്കെ. അതുകൊണ്ട് പിന്നെ വലിയ പണിയില്ല. ഞാൻ ഇന്നലെ ഫുള്ളായിട്ട് വൃത്തിയാക്കി. അപ്പൊ എന്റെ സംക്രാന്തിയുടെ ചെറുപ്പത്തെ കാര്യം ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കാണ്. മുന്നേ മൈലാഞ്ചിയൊക്കെ അരക്കല്ലോ നമ്മള്. മൈലാഞ്ചി ഇടല്ലോ കയ്യില്. മൈലാഞ്ചി എന്തായാലും നമ്മൾ ഇടണമെന്നാണ്. കല്യാണം കഴിഞ്ഞവര് ഉറപ്പായിട്ടും മൈലാഞ്ചി ഇടുന്നത്ര. അപ്പൊ ഞാൻ ചെറുതാകുമ്പോഴേ ഒരു 1-ൽ 2-ലൊക്കെ പഠിക്കുന്ന സമയത്തേ മൈലാഞ്ചി അരയ്ക്കും. എന്തൊക്കെയാ അതിൽ കൂട്ടുട്ടോ. എന്താ പച്ചമഞ്ഞള്, പിന്നെന്താ ചെരവമാന്തി, അങ്ങനെ എന്തോ ഒരു ചെടി ഉണ്ട് നിലത്തുള്ളത്, അതിടും. പിന്നെ ചിലവര് വെറ്റിലിടും. എന്തൊക്കെയാ അരച്ചിട്ട് എന്റെ അമ്മമ്മേനെ ഇട്ട് അതൊക്കെ അരച്ചു തരിക. അരച്ചിട്ട് കയ്യുമ്മലിടും. ഇവിടെ മുഴുവനും ഇടും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇടും കേട്ടോ മൈലാഞ്ചി. എന്നിട്ട് നമ്മള് താളിന്റെ ഇലയില്ലേ, ചേമ്പുതണ്ട് പോലത്തെ ഇല, അത് പൊതിഞ്ഞിട്ട് മൈലാഞ്ചി കയ്യിൽ മുഴുവനും പൊതിയും. എന്നിട്ട് താളിന്റെ അതുകൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ നീച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതൊക്കെ പൊട്ടിയിട്ട് പായലൊക്കെ ആയി ഉണ്ടാവും, നേരത്തും മോണ്ടേമിലൊക്കെ ആയി ഉണ്ടാവും. അതൊന്നും ആയില്ല. നമ്മൾ കുട്ടികളല്ലേ, അതും കെട്ടി വെച്ചിട്ട് ചിലവര് കിടന്നുറങ്ങും. ചിലവര് കിടക്കാരാകുമ്പോഴേക്കും കഴിച്ച് കഴുകി വൃത്തിയാക്കും. ചിലവര് പറയും എന്താ പറയാ, അത് കെട്ടിയിട്ട് കിടന്നുറങ്ങിക്കടി രാവിലെ കഴുകാൻ പറയും. രാവിലെ നീച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് എന്താ പറയാ കഴുകി നോക്കിയിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ചുവച്ചൊക്കൊന്നനെ ആയിണ്ടാവും. ഇപ്പോന്ന് പറഞ്ഞ ഈ ട്യൂബ് മൈലാഞ്ചി അല്ലേ, അതില് നല്ല കെമിക്കലൊക്കെ ഉണ്ട്. ഞാനത് ഇടാറില്ല. ഞാന് സംക്രാന്തിക്കൊന്നും ചിലപ്പോ മൈലാഞ്ചിന് ഇടാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ മൈലാഞ്ചി ഇട്ടില്ല. എന്നിട്ട് എന്റെ ഫ്രണ്ട് വന്നിട്ട് മൈലാഞ്ചി കൊടുന്നു, അരച്ചിട്ടുള്ള മൈലാഞ്ചി ഒരു ഉണ്ട കൊടുന്നു. ഞാൻ എന്നിട്ട് അത് വൈകുന്നേരത്ത് വെക്കും. ഇല്ലേ പറഞ്ഞെങ്കിൽ ഓർമ്മയില്ല എനിക്ക് മൈലാഞ്ചി വാങ്ങാൻ വേണ്ടി. എന്നിട്ട് കുറെ പ്രാവശ്യം റോട്ടിലേക്കൊക്കെ പോയി. പക്ഷെ മൈലാഞ്ചി കൊണ്ടുവരാൻ പറയാൻ മറന്നു ഞാൻ. ഇന്നിപ്പോ നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. അപ്പൊ വൈകുന്നേരത്ത് മൈലാഞ്ചി ഇടണം. മൈലാഞ്ചി ഇതേ പറഞ്ഞ ഡിസൈനൊന്നും എനിക്കറിയില്ല. നന്ദേട്ടനോട് ഇട്ട് തരാൻ പറ്റുമോന്നൊന്ന് ചോദിച്ചു നോക്കണം. നന്ദേട്ടാ, വൈകുന്നേരം കയ്യിൽ ലേശം മൈലാഞ്ചി ഡിസൈൻ ചെയ്ത് തരുവോ? നോക്കാന്ന് പറയുന്നുണ്ട് നന്ദേട്ടൻ. അപ്പൊ ലേശം ഭംഗിയായിട്ട് ഇടണം മൈലാഞ്ചി. പണിയൊക്കെ കഴിഞ്ഞിട്ട്
ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കണ്ടേ മൈലാഞ്ചി ഇട്ടിട്ട്. അങ്ങനെ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ. നല്ല മഴയായിരുന്നു രാവിലെ ഞങ്ങള് നടക്കാൻ ഇറങ്ങിയപ്പോ ഞാൻ 8 മണിക്കായിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയത്. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു 8 മണിയാകുമ്പോ പോവാ, മഴക്കാറ് കണ്ടപ്പോഴേ. എന്നിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് 8 മണിക്ക് ഞങ്ങൾ നടക്കിറങ്ങിയതാ. സമയത്ത് മഴ ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്നറിയോ, ഇനിയിപ്പോ നടക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലെ പണിയെടുക്കുക പറഞ്ഞാൽ എന്താണ്, വന്നിട്ട് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ. രാവിലത്തെ പലഹാരം ഉണ്ടാക്കലൊക്കെ അല്ലേ, ഇഡ്ഡലിയും ചമ്മന്തി ഇതൊക്കെ ഉണ്ടാക്കലല്ലേ, ചോറിന് ഇത്ര നേരത്തെ വെക്കണ്ടല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടാ, വേഗം ഫോൺ എടുത്ത് ഹോട്ട്സ്റ്റാറില് സീരിയൽ ഇരുന്ന് കണ്ടു, ചെമ്പനീർപ്പൂവ്. അത് കണ്ടിട്ട് കഴിഞ്ഞപ്പോ മഴച്ചാറിലൊക്കെ പോയി. എന്നിട്ട് ഞാൻ നന്ദേട്ടനും കൂടി നടക്കാൻ പോയി. എനിക്ക് സീരിയല് ചെമ്പനീർപ്പൂവ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിരുന്ന് കാണും. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ വിശേഷങ്ങള്. മഴ കാരണം എന്താ പറയാ, ഞങ്ങക്ക് ഷോർട്സ് ഒന്നും എടുക്കാനേ പറ്റുന്നില്ല. കുട്ടിക്കാണെങ്കിൽ സ്കൂളുണ്ട്, അത് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ സ്കൂള് വിട്ടിട്ട് വന്നിട്ട് എങ്ങാനും ചെയ്യാന്ന് വെച്ചാൽ നല്ല മഴയല്ലേ, അപ്പൊ അതിനും പറ്റുന്നില്ല. ഇനി എടുക്കണം. അപ്പൊ എന്താ, അതില്ലെങ്കിലും ഞങ്ങൾ ഇടുന്ന വീഡിയോകളൊക്കെ എല്ലാവരും കാണുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആദ്യമായതുകൊണ്ട് എനിക്ക് അത്ര പരിചയമൊന്നും ഇല്ല ക്യാമറ മുന്നിൽ വർത്തമാനം പറയാനും കാര്യങ്ങളൊന്നും. അപ്പൊ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും വീഡിയോകൾ കാണുക. ഇന്ന് രാത്രിയിലത്തെ സംക്രാന്തി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ ഉച്ചയ്ക്ക് വരും. നാളെ ഇപ്പോ എന്താ പറയാ, കർക്കിടക 1-ാം തീയതി അല്ലേ, രാവിലെ അമ്പലത്തിൽ പോവുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് രാത്രിയിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാന് നാളെ വരും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്താ പറയാ, പിന്നെ അറിയുന്നവർക്കൊക്കെ ഞങ്ങളുടെ ഇത് അയച്ചു കൊടുക്കും, ഷെയർ ചെയ്യും. എന്നാലല്ലേ ഇഷ്ടാവോന്നൊക്കെ അറിയുള്ളൂ. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നാളെ ചെറിയ വിശേഷം, എന്റെ ഈ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് നാളെ ഞാൻ വരും. അപ്പൊ ശരി.